വീട്ടിൽ തന്നെ പറമ്പിലുണ്ടായ നമ്മുടെ ചേമ്പിന്റെ ചിപ്സ് ആണ്. സൂപ്പർ. ലൈഫ് വിത്ത് ഷെൽവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നേക്കാണ് ഓളരിയിൽ. അപ്പോൾ ഇവിടെ കുറേ ചേമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പറമ്പിൽ. അപ്പോൾ നിങ്ങൾ ചേമ്പിനെ കുറിച്ചിട്ടുള്ള നിങ്ങൾ കുറേ റെസിപ്പീസ് കണ്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉപ്പേരി വെക്കുക അല്ലെങ്കിൽ പുഴുങ്ങി തിന്നുക അങ്ങനത്തെ കുറേ കാര്യങ്ങളാവും കേട്ടിട്ടുണ്ടാവുക. പക്ഷേ ഇന്നൊരു പുതുമയായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചേമ്പോണ്ട് ചിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബനാന ചിപ്സ്. അപ്പോൾ ബനാന ചിപ്സ് എന്നൊക്കെ പറയുമ്പോൾ നല്ല രസമാണ് നമുക്ക് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ചേമ്പിൻ്റെ ചിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ചേമ്പോണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ചിപ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചേമ്പ് പറിക്കാം, എന്നിട്ട് വേണം നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ കൂടെ പറിക്കാനായിട്ട് വരണം കേട്ടോ. വായോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചേമ്പ് നിൽക്കുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് എങ്ങനെയാ പറിക്കാന്നുള്ളത് നോക്കാം. എല്ലാവർക്കും അറിയാം പറിക്കുന്ന കാര്യം. അന്നേരം കാണിച്ചു തരാം. കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കഴുകി വൃത്തിയാക്കി നമുക്കിത് ചിപ്സ് ഉണ്ടാക്കാം. അപ്പൊ അത്യാവശ്യം കുറച്ചെന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി എടുക്കാട്ടോ. അപ്പം നമ്മൾ ചേമ്പൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലി വേവിക്കണ പാത്രത്തിൽ നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. വെറുതെ പുഴുങ്ങിയെടുക്കരുത്, ജസ്റ്റ് ഒരു ഹാഫ് വേവ് പാടുള്ളൂ. അപ്പം അതുപോലെ വേണം നമുക്കത് തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ചെമ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ചേമ്പ് ഇടാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് മൂടി വെച്ച് അവിടെ ഇതൊന്ന് തിളയ്ക്കണ സമയം കൊണ്ട് നമുക്ക് രണ്ട് രീതിയിലാണ് ഞാനിവിടെ ചിപ്സ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇത് പുഴുങ്ങാണ്ട് നമുക്ക് പച്ചയ്ക്ക് തന്നെ ഇങ്ങനെ ചിപ്സ് ഉണ്ടാക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ രണ്ട് രീതിയിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരെണ്ണം അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, ഇതൊരെണ്ണം വേവിക്കാത്തത്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ തൊലി നമുക്ക് എടുത്ത് കളയണം. അപ്പോൾ നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി നമ്മൾ വടിച്ചെടുത്ത് കളയില്ല, അതുപോലെ തന്നെയാണ് ഈ ചേമ്പിൻ്റെയും നമ്മൾ ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. നേരത്തെ നമ്മൾ ചേമ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും തൊലി കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് വൃത്തിയിൽ കഴുകി എടുക്കണം. അപ്പോൾ ഇതൊക്കെ കഴുകി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊക്കെ ഒരു തൊലിയും കാര്യങ്ങളൊക്കെ കാണും. അതും ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുക തന്നെ വേണം. അപ്പോൾ നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു സൈഡ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇതൊന്ന് തുറന്ന് വെക്കുക കേട്ടോ. അതിൻ്റെ ചൂടൊന്ന് ആറണം, അത് കാരണം ഇതൊന്ന് തുറന്ന് വെക്കുക. അപ്പോൾ നമ്മൾ ഹാഫ് വേവ് ആണ് വേവിച്ചിരിക്കണത്, ഫുൾ വേവ് അല്ല. പുഴുങ്ങരുത്, വീണ്ടും പറയാണ്, ഹാഫ് വേവ് പാടുള്ളൂ. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ.
ഇതിവിടെ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചത് അത് അരിഞ്ഞെടുക്കണം. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ചിപ്സ് ആക്കാനുള്ളത്. അപ്പോൾ അത്രയും കനം കുറഞ്ഞിട്ട് നമുക്ക് അത് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ഷേപ്പിൽ കാണിക്കുന്നത്. ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു നീളമുള്ള ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കനം കൂടെ ഇത് കനം കുറച്ചിട്ട് വേണം അരിയാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നീളത്തിലൊരു ചിപ്സിൻ്റെ ഷേപ്പിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഏകദേശം കുറച്ചൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചൂടാറാൻ വെച്ചിട്ടുള്ളത് അതും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ അത് ഏകദേശം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതും ക്ലീൻ ചെയ്യാനായിട്ട് 2 രീതിയിൽ ക്ലീൻ ചെയ്യാം. ഒന്നില്ലെങ്കിൽ കത്തി വെച്ചിട്ട് വെറുതെ ഒന്ന് ഇങ്ങനെ തൊലി ഇങ്ങനെ ചിരണ്ടി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നഖം കൊണ്ടായാലും നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ വേവിക്കണ നമുക്ക് തൊലി നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാനും പറ്റും. മറ്റേ പച്ചര പോലെ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇതിൻ്റെ തൊലി എടുക്കാനായിട്ട്. ഇതാണ് കുറച്ചുകൂടി എളുപ്പം. അടുത്ത സ്റ്റെപ്പാണ് ഇത് അരിഞ്ഞത് ചിപ്സ് ആക്കി എടുക്കണം. അതിന് നമ്മൾ ഒരു പാത്രത്തിൽ എണ്ണ ഇവിടെ ചൂടാക്കാനായിട്ട് നേരത്തോടെ തന്നെ വെച്ചിട്ടുണ്ട്. ചിപ്സ് ഇനി കുറേശ്ശായിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നോക്കാതെ എത്രത്തോളം ക്രിപ്സി ആയിട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ശരിക്കും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവം തന്നെയാണത്. ഇനി ഇതിൽ ഒരു 3/4 ഭാഗത്തോളം വേവാകുമ്പോൾ നമുക്ക് ഇത് ഉപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ 2 സ്പൂൺ ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം. നല്ല അടിപൊളി ക്രിപ്സി ആയിട്ടുണ്ട്. ഇത് പാത്രത്തേക്ക് ഒന്ന് വാരിയിടാം. നമുക്ക് വെണ്ണയൊക്കെ നന്നായിട്ട് വാർന്നിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് കോരിയിടാം കേട്ടോ. ഇതിപ്പോൾ പച്ചയ്ക്കുള്ളതാണ് ഇപ്പോൾ വറുത്ത് കാണിച്ച് തന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് നമുക്ക് മറ്റേത് വേവിച്ചെടുത്തിട്ടുള്ളതും കൂടിയിട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പച്ചയ്ക്കാവുമ്പോൾ ഇത്തിരി എണ്ണ കുടിക്കും, മറ്റേതാകുമ്പോൾ ഇത്തിരി എണ്ണ അധികം വേണ്ടി വരില്ല. അപ്പോൾ ഇത് 2ാമത്തെ ട്രിപ്പാണ് ഇടുന്നത്. 2ാമത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ഇത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് എണ്ണയിൽ ഇട്ടണത്. രണ്ടിനും ടേസ്റ്റ് ഒന്ന് തന്നെയാണ് കേട്ടോ. അതിനൊരു മാറ്റവും ഇല്ല. രണ്ടും ടേസ്റ്റിന് ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എണ്ണയിൽ ഇടുമ്പോൾ ഇതിന് അധികം എണ്ണ കുടിക്കില്ല, മറ്റേതാകുമ്പോൾ ഇത്തിരി എണ്ണ കൂടുതൽ പോകുന്നു മാത്രമേ ഉള്ളൂ. പാത്രത്തിൽ വീഴുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എടുക്കുമ്പോൾ തന്നെ അത് ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ശബ്ദം കേൾക്കുന്നുണ്ടോ? ദാ അടിപൊളി. ഇപ്പൊ വീട്ടിൽ തന്നെ നമുക്ക് വെറുതെ ഈ ചിപ്സിന്റെ പൈസ ഒന്നും കൊടുത്ത് വേസ്റ്റ് ചെയ്യണ്ട. വീട്ടിൽ തന്നെ പറമ്പിലുണ്ടായ നമ്മുടെ ചേമ്പിന്റെ ചിപ്സ് ആണ്. സൂപ്പർ.